അബ്ദുള്ള, ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ പരിഹാരം ഇനി സാധ്യമാണോ? അത് എളുപ്പമാണോ? എളുപ്പമല്ലെങ്കിലും പരിഹാരം സാധ്യമാണ്. കാരണം ബംഗാൾ ദേശീയത എന്ന് പറയുന്ന ആശയത്തെ തൃപ്തിപ്പെടുത്തുകയും ബംഗാളി യുവാക്കൾക്ക് തൊഴിൽ നൽകുകയും. പക്ഷേ സാർ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. 56 എന്നത് 7% കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടും സംഭവിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവി അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ അവാമി ലീഗിന്റെ കാര്യവും എന്താകുമെന്നറിയില്ല. അപ്പോഴെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പരിഹാരം സാധ്യമാവുക? താങ്കൾ പറഞ്ഞ ഫിഗറിലേക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. 30% 5% കുറക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ വായിച്ചത്. തെറ്റായിരിക്കാം, രണ്ടാലും ശരി. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള കടപ്പാട് ബംഗാളിക്കറിയാം. ഇന്ത്യ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ടാകുമായിരുന്നില്ല. ആ ഒരു വസ്തുത അവർക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പരമാവധി അവരുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്നതിന് പകരം ചൈനയുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി, അതായത് ഒരു അതീശത്വമാണ് ചൈനയുമായി ഉള്ള ബന്ധത്തിലൂടെ സംഭവിക്കുന്നത്. ഇന്ത്യയിൽ അതല്ല. ഇന്ത്യ വളരെ മ്യൂച്വൽ ഇടപാടിലൂടെയാണ്, ഒരുപോലെയുള്ളവരായി കണ്ടുകൊണ്ടാണ് ഇതുവരെ നീങ്ങിപ്പോകുന്നത്. ആ ഒന്ന് തീർച്ചയായും ബംഗാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.